ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. സോ ഞങ്ങൾ ഇവിടെ കാറിൽ ചുമ്മാ മ്യൂസിക് ഇട്ടിട്ട് ചില്ല് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയനാടിലെ സെക്കൻഡ് ഡേ വ്ളോഗാണ്. ഓൾറെഡി വയനാടിൻ്റെ സെക്കൻഡ് ഡേ വ്ളോഗിൻ്റെ ഒരു പോർഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ബാക്കി പോർഷനാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നമ്മൾ 2 ഹിസ്റ്റോറിക്കൽ പ്ലേസസാണ് വിസിറ്റ് ചെയ്യുന്നത്. വയനാട്ടിലുള്ള 2 ഹിസ്റ്റോറിക്കൽ പ്ലേസസും നമ്മൾ ഈ ഒരു വ്ളോഗിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് പഴശ്ശിരാജയുടെ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം ആണ് അറ്റ് മാവിലന്തോട് പുൽപ്പള്ളി. രണ്ടാമത്തത് ഒരു ക്ഷേത്രമാണ്, അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ സീതാദേവിയുടെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ സീതാദേവിയുടെ വേറെ ക്ഷേത്രങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആ അമ്പലം കൂടിയാണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പഴശ്ശിരാജ മ്യൂസിയത്തിൻ്റെ അവിടെയാണ്, പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിൻ്റെ അവിടെ. അപ്പോൾ ഇവിടെ വെച്ചാണ് പഴശ്ശിരാജ മരിച്ചതെന്നാണ് ഐതിഹ്യത്തിലുള്ളത്. അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. യെസ്, അപ്പോൾ അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം, മാവിലന്തോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഞങ്ങൾ. റിൻസ് ചേട്ടനും റിൻസ് ചേട്ടൻ്റെ കസിനും അനോഷും കൂടെ ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? പഴശ്ശിരാജയുടെ എന്താ പ്രതിമ, മരിച്ച സ്ഥലം, മരണപ്പെട്ട സ്ഥലം. യെസ്, ആത്മഹത്യയാണെന്നുള്ളതും ഒരു ഊഹാപോഹമുണ്ട്, കൊന്നതാണെന്നും. അതെ, പഴശ്ശിരാജ സിനിമ മമ്മൂട്ടിയുടെ കാണാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അതില്. അതെ, അല്ല മമ്മൂട്ടിയുടെ സിനിമ, അതില് കഥയുണ്ടല്ലോ. അതില് പക്ഷെ മമ്മൂട്ടി സ്വയം മരിക്കല്ലേ. അപ്പൊ നമുക്കിവിടെ പഴശ്ശിരാജ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോറിയും അതിങ്ങനെ ഒരു സ്കൾപ്ചർ മോഡലിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നൈസ്. അപ്പോൾ വയനാടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കേരള വർമ്മ പഴശ്ശിരാജ സ്മാരകത്തിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് അവിടെ ഒരു പാലം കാണിക്കുന്നുണ്ട്. സൂമിൽ വേണമെങ്കിൽ കാണിച്ചു. പാലം ബാക്ക് ക്യാമിൽ കാണിക്കാം. ആ പാലം ബ്രിട്ടീഷുകാർ, അതായത് ഈ പഴശ്ശിരാജയുടെ ഈ പ്രതിമ കഴിഞ്ഞിട്ടുള്ള ബാക്കിലുള്ളത് ആ ട്രെഞ്ചാണ് അവിടെ ഉള്ളത്. ട്രെഞ്ചല്ലേ? അല്ല, ഫെൻസിങ് ഉണ്ടല്ലേ. ഈ തോട് കഴിഞ്ഞ് അപ്പുറം പിന്നെ കർണാടകയാണ്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന കേരള, അത് കർണാടക അല്ലേ? ഓക്കെ. ഇവനാണതൊക്കെ പറഞ്ഞു തന്നത്. ഇവൻ തന്നെ ഇതിന് മുന്നേ പണ്ട് നമ്മള് വന്നിട്ടുണ്ടല്ലോ മീൻസേ, 8 years ബാക്ക് ഇവിടെ വന്ന്. ഇവിടെ ഈ സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നതാണ്. ഇവന്റെ വീട്ടിലും പോയിട്ട് നേരെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേരള വർമ്മ പഴശ്ശിരാജ. ഇതാണ് ഇവിടെ തന്നെ. വാളിന്റെ ഇടയ്ക്ക് തല വെക്ക് നോക്കട്ടെ. വാള് ഊരിക്കൊണ്ട് വരല്ലേ? അതിന് നീ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് അറിയാം. മാറ്റാം, നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇതാണ് നല്ലൊരു മനുഷ്യനായിരുന്നു. ഇനി പൈസനെ കുറിച്ചൊരു വ്ളോഗ് പറ. കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ഒന്നും അതിൽ കേൾക്കുന്നുണ്ടാവില്ല. ആദിവിശ്വ സന്ധ്യോത്തൊന്ന് പാടിക്കാം. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. അടുത്ത ലൈൻ. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. അറിയോ? പൈസയുടെ എക്സ്പ്രഷൻ കൊടുക്കണം. ഒരു മിനിറ്റ്, ഒന്നോടെ പാട്, എന്നിട്ട് ഞാൻ പൈസയുടെ എക്സ്പ്രഷൻ കൊടുക്കാം. എന്നിട്ട് മേളിലേക്ക് നോക്കണേ. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. പൈസ ഇറങ്ങി പോവാതെ മുമ്പേ നിങ്ങൾ ഇറങ്ങി വരും. ഓൺലി ഒന്നെങ്കിൽ പൈസ ഇറങ്ങി വരും. അതെ, ഞങ്ങളിത് നമ്മുടെ പഴശ്ശിരാജ മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ കയറി സംഭാരം, തേനെല്ലിക്ക കഴിക്കും. അതെ, ആണോ? നമ്മുടെ പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയം തൊട്ട് ഓപ്പോസിറ്റുള്ള കടയാണ്. പേരെന്താ ചേട്ടാ കടയുടെ? പഴശ്ശിരാജ കൂൾ ബാർ. പഴശ്ശിരാജ കൂൾ ബാർ. ദിനേഷ് എന്നാണ് ചേട്ടന്റെ പേര്. ആ കടയിൽ നിന്നാണ് നമ്മള്. അതെ,
നല്ല അടിപൊളി സംഭാരമാണ്, എനിക്കും ഇഷ്ടപ്പെട്ടു. പണ്ട് പോകുമ്പോ അടിച്ചു കുടിച്ചു. അതെ, അർജുട്ടൻ 2 ഗ്ലാസ്സായി കുടിക്കണ സംഭാരം. പ്രിൻസ് ചേട്ടൻ തേനെല്ലിക്കല്ലേ കഴിക്കണേ, അനോഷും തേനെല്ലിക്ക. അതെ, എനിക്കൊരു തേനെല്ലിക്ക. എല്ലാരും കഴിക്കുന്നോണ്ട് ഞാൻ ട്രൈ ചെയ്യാന്ന് വെച്ചു. ഓ, അത് ഭയങ്കര കോമ്പിനേഷൻ ആയി പോയി അർജുട്ടൻ. നേരെ കാണിച്ചു കൊടുക്കും. അതാണ് പഴശ്ശിരാജ സ്മാരകം. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതെ, കറങ്ങി നേരെ ഓപ്പോസിറ്റാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട. കൊള്ളാം കേട്ടോ, അടിപൊളി. ഈ 2 ബൊമ്മയും കൊണ്ടല്ലോ അടിപൊളി. അതായത് നല്ല മധുരമുണ്ട്, നല്ല എരിവുമുണ്ട്. സൂപ്പർ. അപ്പൊ ഞങ്ങളിത് പഴശ്ശിരാജയുടെ അവിടെയൊക്കെ പോയി റിൻസ്റ്റേട്ടനെ അവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. അപ്പൊ താങ്ക് യു റിൻസ്റ്റേട്ടാ ഫോർ മേക്കിംഗ് അവർ ഡേ. അതെ, നമ്മളെ കാടിനകത്തൊക്കെ കൊണ്ടുപോയി നമുക്ക് വൈനൊക്കെ തന്നു, ജീവനോടെ കൊണ്ടുവന്നു, എസ്പ്രസോ കോഫി ഒക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ റിൻസ്റ്റേട്ടന്റെ അമ്മയെ ഞങ്ങൾ കണ്ടില്ല, റിൻസ്റ്റേട്ടന്റെ അമ്മയെ നമ്മൾ കണ്ടില്ല, കാരണം ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ആന്റി വരുമ്പോ ലേറ്റ് ആവും. അപ്പൊ ഞങ്ങള് അതെ അങ്കിളിനെയും റിൻസ്റ്റേട്ടനെയും മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് ഇനി ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട് ഓഫ് ദി ഡേ. അപ്പൊ റിൻസ്റ്റേട്ടാ നമ്മുടെ വ്ളോഗിനോട് ബൈ ബൈ പറയൂ. താങ്ക് യു, നെക്സ്റ്റ് ടൈം കാണാം, ബൈ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഒരു ടെമ്പിളിലാണ്. നമ്മള് സീതാദേവി ലവകുശ ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത്, അമ്പലത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ അമ്പലത്തിൽ നമ്മൾ വരണം എന്ന് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ എന്താ പറയുക, നമ്മൾ അറിഞ്ഞില്ല ഉത്സവത്തിൻ്റെ ടൈമാണെന്നുള്ളത്. ഉത്സവം കൊടിയേറിയിരിക്കുകയാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ആ കൊടിയേറിയ ദിവസം നമുക്കൊന്ന് തൊഴാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്പലത്തെ പറ്റി അർജുട്ടൻ പറയും. എന്താണ് അല്ല, അമ്പലത്തെ പറ്റിയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വയനാട് വന്ന സമയം ആക്ച്വലി ഇവിടെ കയറണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പുൽപ്പള്ളി വന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. അതായത് ലവകുശ, എനിക്കൊന്ന് കേരളത്തിൽ ആ കൂടെയുള്ള ഒരു ലവകുശ ക്ഷേത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കേരളം സീതാദേവി ലവകുശ ക്ഷേത്രം എന്നാണ്. അപ്പോൾ അത് പണ്ട് രാമായണത്തിൻ്റെയൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ പഴശ്ശിരാജയുടെ ഒരു സ്മാരകത്തിനോട് പോയിട്ടുണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ പുള്ളിക്കാരൻ പണിയിച്ച ക്ഷേത്രം എന്നാണ് ആക്ച്വലി ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അറിയില്ല, അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ ലവനും കൃഷ്ണൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പുൽപ്പള്ളി എന്നുള്ള സ്ഥലത്തിന്റെ പേര് വന്നത് എങ്ങനെ തന്നെയാണ്. അതായത് ഈ ലവകുശന്മാർ ഇങ്ങനെ കളിച്ചു നടന്ന സ്ഥലം ലവകുശന്മാരെന്ന് പറഞ്ഞ രാമന്റെയും സീതയുടെയും ഇവര് ഈ പുൽമേട്ടിലൊക്കെ കളിച്ചു നടന്ന സ്ഥലം പുൽപ്പള്ളി എന്നുള്ളൊരു സ്ഥലത്തിന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രാമന്റെയും സീതയുടെയും മക്കളല്ലേ ലവകുശന്മാർ. അപ്പോൾ ഈ രാമൻ സീതയെ ഉപേക്ഷിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിനുശേഷം സീതാദേവി വരുന്നത് ഈ പുൽപ്പള്ളി അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. വാൽമീകിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ വയനാട്ടിലാണ് രാമനും സീതയും പഴശ്ശിരാജും എല്ലാവരും ഇവിടെ തന്നെ. പുൽപ്പള്ളി അതിന് ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കേരളത്തിൽ ആഴക്കൂടെയുള്ള സീതാദേവി ലവകുശ ക്ഷേത്രത്തിലാണ് നമ്മളിവിടെ വന്നത്. ഈ രാമൻ അയോധ്യയൊക്കെ വിട്ടിട്ട് അയോധ്യയിൽ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് വയനാട് വരെ വന്നു എന്നാണോ പറയുന്നത്? സീതാദേവി ഇവിടെ നിന്ന് ലങ്കിലോട്ട് കൊണ്ടുപോയല്ലേ. ഓ, പിന്നെ ഇത്രയും പാടുണ്ടോ അയോധ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി? ഫൈൻ. ഓക്കെ, ഫൈൻ. അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. അപ്പം അമ്പലത്തിനകത്ത് വീഡിയോ ക്യാമറയൊന്നും അലൗഡ് അല്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻട്രൻസിനെ അവിടെ മാത്രം കാണിച്ചുതരാം, അമ്പലം ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം കാണാം. ഇതാണ് സീതാദേവി ലവകുശ ക്ഷേത്രം, പുൽപ്പള്ളി. നമ്മുടെ ഇവിടെ പുൽപ്പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന വലിയൊരു ക്ഷേത്രം തന്നെയാണ്, അമ്പലമാണിത്. അപ്പം നമ്മളകത്തോട്ട് കയറാൻ പോവാണ്. നമ്മളിവിടെ വന്നപ്പോൾ ഉത്സവത്തിൻ്റെ ടൈം ആയതുകൊണ്ട് ആനേനെയൊക്കെ കണ്ടു. മൊത്തം ഉത്സവത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് കൊടിയേറിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളപ്പോൾ സീതാദേവി ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങി. നല്ലൊരു അമ്പലമായിരുന്നു. ലവകുശന്മാരുടെ പ്രതിഷ്ഠ സെപ്പറേറ്റ് ഉണ്ട്, ഗണപതി ഉണ്ട്, സുബ്രഹ്മണ്യൻ ഉണ്ട്, പിന്നെ സീതാദേവിയുടെ ഓഫ് കോഴ്സ് ആണ് മെയിൻ പ്രതിഷ്ഠ. നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ്. നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണല്ലേ. ഇനി പ്ലാൻ എന്താ ചേട്ടാ? ഇനി പ്ലാനൊന്നുമില്ല. ഇനി ഇവിടെ നേരെ തിരിച്ച് നമ്മൾ ബത്തേരിക്ക് പോകും. ബത്തേരിയിൽ നിന്ന് പിന്നെ മീനങ്ങാടി, അതെ, പിന്നെ
വീട്ടിൽ പോകും. അതെ. അപ്പൊ നമ്മള് ബത്തേരി പോവും. ബത്തേരി ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകുന്നു. അപ്പൊ അവിടെ ഒന്നും മെയിൻ ആയിട്ട് കാണിക്കാനില്ല. അതുകൊണ്ട് ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യണേ. ടൗണാണ്, എല്ലാവർക്കും അറിയാം, ടൗണാണ്. ടൗണിൽ പോകും, പിന്നെ അതിനുശേഷം പിന്നെ മീനങ്ങാടി വീട്ടിലോട്ട് പോകും. അതെ. ഇതൊന്നുമില്ല, ഡിന്നർ അവിടെയാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ സിദ്ധരാമനും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിന്നോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഡിന്നർ കഴിക്കണം, പുറത്തുനിന്ന് കഴിക്കണം പറഞ്ഞിട്ട്. സോ നേരെ അവിടെ പോയി കഴിച്ച് ഡിന്നർ സുധീർ മാമനും ബിന്ദു ആന്റിയുടെയും കൂടിയായിരിക്കും നമ്മൾ ഡിന്നർ കഴിക്കുന്ന ഇന്ന് വീട്ടിൽ നിന്ന്. അപ്പൊ ഇനി ബത്തേരി പോയിട്ട് നമ്മൾ അവിടേക്ക് നേരെ വീട്ടിൽ പോകുന്നു. പിന്നെ നമ്മള് വേറെ പരിപാടിയൊന്നും ഇല്ല, ജസ്റ്റ് ചില്ലിങ് അറ്റ് ഹോം. പിന്നെ നല്ല തണുപ്പാണ്, അപ്പോഴേക്കും ക്ലൈമറ്റ് ഒക്കെ നല്ല രസമായിരിക്കും. ഇപ്പൊ തന്നെ നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ സമയത്തൊക്കെ നല്ല തണുപ്പാണ്, മഞ്ഞ് വീഴും. അതായത് എൻ്റെ കൂട്ടുകാരൻ റിൻസ് ഉണ്ടല്ലോ, അവൻ മറ്റൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മഞ്ഞ് വരുന്നത് ക്രിസ്മസ് സമയത്തൊക്കെ അവർ മറ്റേ ലൈറ്റൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരുന്ന സമയത്ത് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു, മഞ്ഞ്. അപ്പോൾ നല്ല തണുപ്പാണ്. വൈകുന്നേരം വന്ന സമയത്ത് നല്ല തണുപ്പാണ്. പുൽപ്പള്ളി ഏരിയയൊക്കെ നല്ല തണുപ്പാണ്, കാരണം കുറച്ചും കൂടെ ഫോറസ്റ്റ് ഏരിയയാണ്, അവിടെയൊക്കെ നല്ല തണുപ്പാണ്. മീനങ്ങാടിയിലും ഉണ്ട് വൈകുന്നേരം. പക്ഷെ ഉച്ച സമയത്ത് നമുക്ക് കിട്ടേണ്ട ചൂട് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷെ രാവിലെയും വൈകുന്നേരം പിന്നെയും മെഗെയിൻ തണുപ്പിലോട്ട് പോകും. അതെ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് നമ്മൾ വരുന്നുണ്ടായിരിക്കും, വയനാട് തന്നെ. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം കീപ് വാച്ചിങ്, ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. വയനാടൊക്കെ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവർ പ്ലീസ് ഡു കം. നല്ല നല്ല ക്ലൈമറ്റ്, നല്ല പ്ലേസസ് ഒക്കെ ഒരുപാട് കാണാനുണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പി എല്ലാവരും ചേട്ടാ, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഐഷ് അർജുൻ. അപ്പൊ നമ്മള് ബത്തേരി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടി കൂടെയാണ് പോകുന്നത്. സത്യം പറഞ്ഞ ഇരുട്ടായിട്ട് 6 മണി ആയിട്ടേ ഉള്ളൂ സമയം. ഒരു 6-6:15 സമയമാണ് ഈ കാണുന്നത്. കൂരി ഇരുട്ടാണ്. അപ്പൊ ഞങ്ങള് ബത്തേരി പോകാൻ വ്ളോഗ് ഒക്കെ എൻഡ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം മൊത്തത്തിൽ ഇരുട്ടായി, പെട്ടെന്ന് ഇരുട്ട്. ഈ കാടിന്റെ ഈ ഒരു സൈഡ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടാവുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്നതിൽ ഇൻക്ലൂഡ് ചെയ്യാം, ആ ഫുട്ടേജും കൂടി എടുക്കാം. So yes, on the way to Batteri. Bye. Bye bye.